ദിവസം പ്രതീക്ഷിക്കാതെ കേട്ടോ അമ്പലത്തിൽ പോയത്. അതും നമ്മൾ എത്തിപ്പെട്ടത് നമ്മൾ സ്വന്തം കുറ്റ്യാടിയുള്ള കുഞ്ഞുമഠത്തിലാട്ടോ. ഒരു പഴയ ഒരു അറ്റ്മോസ്ഫിയർ ആട്ടോ നമുക്ക് അവിടെ പോയാൽ കിട്ടുക. ഭയങ്കര പീസ്ഫുള്ളാണ്. അതിൻ്റെ അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെ കുഞ്ഞി കുഞ്ഞി കുളങ്ങൾ, അതേപോലത്തെ മഴയൊക്കെ പെയ്യുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ അവിടെ ഇരിക്കാൻ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു അമ്പലത്തിൽ 2 കാളക്കുട്ടന്മാളെ വളർത്തുന്നത് കണ്ടത്. അപ്പം ഞാൻ അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കുറേ വർഷമായി, മീൻസ് അമ്പലം തുടങ്ങിയ കാലം തൊട്ടേ അമ്പലത്തിൽ കാളക്കുട്ടന്മാരുണ്ട് എന്നാട്ടോ. അതിന് 2നും പേരും ഉണ്ട് കേട്ടോ. ഒരാളെ പേര് ഉണ്ണീന്നും മറ്റൊരാളെ പേര് കുട്ടൻ എന്നാട്ടോ. അപ്പോൾ അപ്പോട്ടൻ കുഞ്ഞിലേ പോയതാണ്. ആ അമ്പലം പഴയ ഓലമേഞ്ഞ സമയത്താട്ടോ അപ്പോട്ടൻ പോയത്. ഇപ്പോൾ പോയിട്ട് 23 വർഷത്തിൻ്റെ മേലെയായി. അപ്പോൾ ഞങ്ങൾ നേരെ വരുന്ന വഴിക്ക് അവിടെ നിന്ന് ഇറങ്ങി 2-3 സാധനങ്ങളൊക്കെ മേടിച്ച് നേരെ പെരുമുണ്ണാമുഴി ഡാം വഴിയാട്ടോ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. ഇത്രയും ജൂലൈ ആയിട്ട് പോലും ഡാം ഒന്നും ഓപ്പൺ ആയിട്ടില്ല, വെള്ളമില്ല ഗൈസ്. അപ്പോൾ അങ്ങനെ അതൊക്കെ സംസാരിച്ച് ഞങ്ങൾ നേരെ ജാനകിക്കട് വഴിയാട്ടോ വരാവുന്നത്. അപ്പോൾ ഞാനും രുദ്രനും ഫസ്റ്റ് ടൈം ആട്ടോ ഇതിൽ വരുന്നത്. ഞങ്ങളുടെ 3 പേരെ കൂട്ടത്തിൽ ഏറ്റവും നന്നായിട്ട് പാട്ട് വരുന്ന വ്യക്തി രുദ്ര കേട്ടോ. കാരണം അത്യാവശ്യം നന്നായിട്ട് പാട്ട് പാടും. ഞങ്ങൾക്ക് അറിയാത്ത വരികൾ പോലും അവർ നന്നായിട്ട് അറിയാം. അപ്പോൾ കരോക്കെ കൂടി ഉണ്ടെങ്കിൽ നോക്കണ്ട, അടിപൊളിയായിട്ട് പാടും. അപ്പോൾ അങ്ങനെ വൈബ് പിടിച്ച് വരുന്ന സമയത്ത് ഞങ്ങൾ നേരെ വന്നത് ജാനകിക്കട് വഴി കേട്ടോ. നല്ല വെള്ളമാണ് ഇപ്പോൾ ഉള്ളത്, നമ്മൾ മുന്നേ വരാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ജാനകിക്കട് വഴി പാലത്തിൻ്റെ ഇപ്പുറത്തി. അപ്പോൾ നമ്മൾ അവിടെയുള്ള ഒരു കടയിൽ കയറിയിട്ട് ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കയും അതേപോലെ തന്നെ ക്യാരറ്റൊക്കെ മേടിച്ചു. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ജാനകിക്കട് പോകുന്ന വഴിയാണെങ്കിൽ അവിടെ നിന്ന് മേടിച്ചിട്ട് ഉള്ളോട്ടേക്ക് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം നല്ല സാധനം കിട്ടാൻ ചാൻസ് കൂടുതലാണ്. നമുക്ക് ഒത്തിരി ഇഷ്ടമായി. അങ്ങനെ നേരെ നമ്മൾ കുറ്റ്യാടി എത്തി. ഞങ്ങൾ മാങ്ങയൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.